നമുക്ക് പരസ്പര സ്തുതി പറയാം. ഈശോ മിശിഹായിക്ക്, ഈശോ മിശിഹായിക്ക്, ഈശോ മിശിഹായിക്ക്. ദൈവം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ബൈബിൾ തുറക്കാം. ഇന്ന് നമ്മൾ ഈ മണിക്കൂറുകളിൽ ശ്രവിക്കാൻ പോകുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21:21. ബൈബിൾ കിട്ടിയവര് കുറച്ച് വായിക്കാമോ? യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. വലതുകരം ഉയർത്തി ഒരു ഉച്ചത്തിൽ ഒരു സ്തുതി പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചനം വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വചനഭാഗമാണ്. നമുക്കൊരുപാട് അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ പറയുന്ന ഒന്നാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത്, ഞാൻ പ്രാർത്ഥിച്ച് 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 ഞാൻ മടുത്ത്. പ്രാർത്ഥന മടുക്കാനുള്ളതാണ്. എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് നിങ്ങൾ രാവിലെ മുതലിരുന്ന് കഥ പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ ആ വ്യക്തിയോട് ചേർന്നിരുന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും മടുക്കുവോ? നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയോട് ഇരുന്നാൽ മടുക്കുവോ? പക്ഷെ കർത്താവിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു? എന്തുകൊണ്ടായിരിക്കാം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ എത്ര നേരം ഇരുന്നാലും ഞാൻ ഒരിക്കലും മടുത്തെന്ന് പറയുന്നില്ല. എന്നാൽ പ്രാർത്ഥന 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 കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ, കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പറയുകയാണ്, എന്താ പറയുന്നത്? എന്താണ്? പ്രാർത്ഥിച്ച് 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 ഞാൻ മടുത്തു. എന്തായിരിക്കും അങ്ങനെ ഒരു അഭിപ്രായം നമ്മളിൽ നിന്ന് വരുന്നതിന്റെ കാരണം? എന്താണ്? എന്താണ് നമ്മൾ അങ്ങനെ പറയാനുണ്ടാവുന്ന കാരണം? നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മുടെ ഒരു ആവശ്യമാണ്. നമ്മുടെ ഒരു ആവശ്യമാണ് നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. അത് പൂർത്തീകരിക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടും. കാരണം ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് എന്ത് കിട്ടുന്നില്ല? ഞാൻ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന എനിക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ആ പ്രാർത്ഥനയിൽ അല്പം വിരസത തോന്നിക്കൊണ്ട് ഞാൻ അതിൽ നിന്നും അകന്നു പോകുന്നു. അതിനുശേഷം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. പ്രാർത്ഥിച്ചിട്ടൊന്നും യാതൊരു കാര്യവും. ഇന്ന് അനേകങ്ങൾ പറയുന്ന ഏറ്റവും വലിയൊരു അവസ്ഥയാണ്, പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു പ്രയോജനവുമില്ല. പണ്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം ഉത്തരം നൽകുമായിരുന്നു. എന്നാൽ ഇന്ന് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ദൈവം ഉത്തരം അരുളിയിരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, പണ്ടൊക്കെ ഞാൻ കൂടുതൽ തീക്ഷ്ണതയോടെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ എന്ത് നഷ്ടപ്പെട്ട്? തീക്ഷ്ണത നഷ്ടപ്പെട്ട്. തീക്ഷ്ണത എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഇതെന്റെ വിശ്വാസമായിരുന്നു. പ്രിയമുള്ളവരെ, അനേകങ്ങൾ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ എന്നോട് പറയുന്ന ഒരു മേഖല എങ്ങനെയാണ്? ബ്രദറെ, ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഞങ്ങളുടെ പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കുന്നില്ല. ബ്രദർ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കേ. പ്രിയമുള്ളവരെ, മോശ എന്ന പ്രവാചകൻ ചെങ്കടലിന്റെ മുന്നിൽ നിന്നപ്പോൾ മോശയ്ക്ക് വിശ്വാസമായിരുന്നു. എന്തായിരുന്നു വിശ്വാസം? ഞാൻ വിശ്വസിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്നുള്ളൊരു പ്രാർത്ഥന. ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന്. നിങ്ങൾക്ക് മനസ്സിലായില്ല. മോശ എന്ന പ്രവാചകൻ പുറപ്പാടിന്റെ പുസ്തകം 14:14 വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുതിക്കൊള്ളും. പ്രിയമുള്ളവരെ, ശാന്തത എന്ന് പറയുന്നത് എന്താണ്? സമാധാനമാണ്. ജീവിതത്തിലെ പ്രാർത്ഥനയുടെ മുന്നിൽ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നിനക്കുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്? പറ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പട്ടം നൂല് വെട്ടി പോകുന്നുണ്ടോ? പട്ടം എന്ന് പറയും. പട്ടം കണ്ടിട്ടില്ലേ? പട്ടം. അത് നൂല് വെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? അതിന്റെ കൺട്രോള് മനസ്സിലാവുന്നില്ല. അതിന്റെ കൺട്രോള് നഷ്ടപ്പെടും. പട്ടം പറത്തുന്നവർക്കറിയാം, അതൊരു നൂലിന്റെ എൻഡിൽ ഒരാൾ പിടിച്ചുകൊണ്ടാണ് ആ പട്ടത്തെ
പറത്തുന്നത്. അത് എത്ര ഉയരത്തിലേക്ക് കടന്നു പോയാലും അത് സ്വതന്ത്രമായിട്ട് അതിന് പറന്നു പോകാനായിട്ട് സാധിക്കുമോ? പറ്റത്തില്ല. കാരണം എന്താ? ആ പട്ടത്തിന്റെ കൺട്രോൾ മൊത്തം ഈ നിലത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ കയ്യിലാണ്. എന്നാൽ ആ നിലത്ത് നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിലുണ്ടായിരിക്കുന്ന ആ കൺട്രോൾ എന്ന് പറയുന്ന ആ പട്ടത്തിന്റെ ചരട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പൊട്ടിപ്പോയാൽ അടുത്ത് എന്താണ് സംഭവിക്കുന്നത്? അത് എങ്ങോട്ടൊന്നില്ലാതെ അത് പറന്നു പോകും. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരിക്കലും അത് നിയന്ത്രിക്കാനായിട്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് പ്രാർത്ഥന. നിന്റെ ജീവിതത്തിൽ നിനക്ക് നിയന്ത്രണം, ദൈവത്തിന്റെ മുന്നിലെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന നിമിഷത്തിൽ നിന്റെ പ്രാർത്ഥന എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് നീ പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഒന്നും നിനക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് ഇന്ന് പല മനുഷ്യരുടെയും പ്രാർത്ഥനകൾ. കാരണം എന്താ? അവര് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു ഉദ്ദേശമുണ്ട്. ഇത്ര പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കും, ആ സമയത്തിനുള്ളിൽ കർത്താവെ നീ എനിക്ക് പ്രാർത്ഥന നടത്തി തന്നിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെന്താണ് അടുത്ത സമയം? അടുത്ത എന്താ പറയുന്നത്? നമ്മള് പറഞ്ഞോ? അതെ, പ്രാർത്ഥന കൊണ്ടൊന്നും ഒരു ഫലവും ഇല്ല. പ്രിയമുള്ളവരുടെ വചനം പറയാണ്, യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്? ഒന്ന്, നിങ്ങൾ വിശ്വസിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? എന്താണ് വിശ്വാസം? കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ളതും പ്രത്യക്ഷിക്കുന്നവ ലഭിക്കുമെന്നുള്ളതുമാണ് എന്താണ് വിശ്വാസം. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായരുടെ ലേഖനം 11:1 പറയാണ്, കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ളതും പ്രത്യക്ഷിക്കുന്നവ ലഭിക്കുമെന്നുള്ളതാണ് വിശ്വാസം. എന്താണ് കാണപ്പെടുന്നത്? കാണപ്പെടാത്തത് ലഭിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? എന്താണ് വിശ്വാസം? ഇപ്പൊ നമ്മൾ പറഞ്ഞ വചനം, കാണപ്പെടാത്തവ ഉണ്ടെന്ന്. കാണപ്പെടാത്ത എന്താണ്? നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ കർത്താവിന്, ദൈവത്തെ? ദൈവം ഉണ്ടോ? ഉണ്ട്. കാരണം ദൈവം ഉണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്താണ്? എന്താണ്? ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവെന്താണ്? ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് നമുക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? കർത്താവ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി ഉണ്ട്, അല്ലെങ്കിൽ എന്റെ ദൈവം ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ദൈവം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എന്താണ്? തിന്മ മാത്രമേ. നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലെ? പ്രിയമുള്ളവരെ, റോമാക്കാർക്കെതിരെ ലേഖനത്തിലൂടെ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത്. റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം എടുത്തേ, റോമർ 6. പെട്ടെന്ന് എടുക്കാമോ? റോമാക്കാർക്കെതിരെ ലേഖനം, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കെതിരെ ലേഖനം, അതിന്റെ 6-ാമത്തെ അധ്യായം എടുത്തോ. അതിന്റെ 3-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? 6:1 വായിച്ച ആദ്യം. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമർത്ഥമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പ്രിയമുള്ളവരെ, ഒരിക്കൽ മരിച്ച വ്യക്തികളാണ് നാം. ആയതിനാൽ മരിച്ച നമ്മൾ പിന്നെ ജീവിക്കുന്നത് എങ്ങനെ? വീണ്ടും 3-ാമത്തെ വചനം വായിച്ചേ. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെല്ലാം നാം എല്ലാവരും അവന്റെ മരണത്തോടെ ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയാണ്, റോമാക്കാർക്കെതിരെ ലേഖനം 6-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാമോ? നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? 6:3 വായിച്ചാൽ മതി. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടിയാണ് നാം ജ്ഞാനസ്നാനം. അപ്പൊ ജ്ഞാനസ്നാനം എന്ന കുദാശ സ്വീകരിച്ചവരെല്ലാവരും കർത്താവുമായി എന്തായി തീർന്നു? ഐക്യപ്പെട്ടു കഴിഞ്ഞു. ദൈവത്തോട് ഐക്യപ്പെട്ട ഒരു വ്യക്തി, ദൈവം ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഭൂമി മുഴുവനും എന്തുകൊണ്ട് നിറയും? തിന്മയാൽ നിറയപ്പെടും. കാരണം ആദ്യ മാതാപിതാക്കളുടെ പാപത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ മാരക പാപം അനേകം, അതായത് യേശുക്രിസ്തുവിന് മുമ്പ് വരെ, യേശുക്രിസ്തു കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് വരെ ആ പാപത്തിന്റെ ബന്ധനത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യൻ ഈശോയുടെ കുരിശു മരണത്തോടെ ആ ബന്ധനത്തിൽ നിന്നും മോചിതരായി. അപ്പോൾ കർത്താവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് ഈശോ നമ്മുടെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വസിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണമാണെങ്കിൽ ദൈവത്തിന്റെ സമ്മാനം എന്താണ്? പറ, ദൈവത്തിന്റെ സമ്മാനം എന്താണ്? ഇതിന്റെ 6:1 നിങ്ങൾ വായിച്ചു പറഞ്ഞത് എന്താണ്? 6:1 വായിച്ചോ? അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമൃദ്ധാത്മാകാൻ വേണ്ടി. അപ്പൊ പാപത്തിൽ നിന്നും ഒഴിഞ്ഞു പോയ നമുക്ക് എന്ത് ലഭിച്ച്? കൃപ ലഭിച്ച്. ഇന്ന് കൃപയിലായിരിക്കുന്ന നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ കൂടെയാണ്. ദൈവ ഭൂമിയിൽ ഉണ്ടെന്ന്, ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൃപ. കൃപ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ദാനമാണ്. പ്രിയമുള്ളവരെ, കൃപ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എന്താവുന്നത്? നഷ്ടമാവുന്നത്. പ്രാർത്ഥനകൾ താളം തെറ്റുന്നത്.
ആ കൃപ നഷ്ടപ്പെടാനുണ്ടാവുന്ന ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് എൻ്റെ അവിശ്വസ്തതാണ്, എൻ്റെ അവിശ്വാസമാണ്. വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ ഇവിടെ പറഞ്ഞിരിക്കുന്നില്ലേ? യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ. എങ്ങനെയൊക്കെയാണ്? ഒന്ന്, നിങ്ങൾ വിശ്വസിക്കണം. വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ വിശ്വാസത്തെ കുറിച്ച് ചോദിച്ചു. എന്തായിരുന്നു വിശ്വാസം? കാണപ്പെടാത്തത് ഉണ്ട് അല്ലേ? അതേപോലെ ഞാൻ പ്രതീക്ഷിക്കുന്നത്, അതെ, കാണപ്പെടാത്ത ദൈവത്തിന്റെ മുന്നിലിരുന്ന് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് വേണ്ടി കർത്താവേ എന്ന് വിളിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായി സംഭവിക്കേണ്ടത്. പ്രിയമുള്ളവർ, ഇവിടെ വചനം പറയാണ്, പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം നിറയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ അതിന്റെ ഒറ്റ കാരണം എൻ്റെ പ്രാർത്ഥന ജനുവിനല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലെന്നാണ് പറയുന്നത്? എനിക്കുള്ള പ്രാർത്ഥന വിശ്വാസത്തോടെ അല്ല. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ഒന്ന്, വിശ്വാസം, രണ്ട്, സംശയം ഉണ്ടാവരുത്. കാരണം എന്താ? സംശയിക്കുന്നത് ഒന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് കിട്ടുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉദാഹരണം നോക്കാം. അവിടുന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം, പത്രോസ് ശ്ലീഹ കഴിഞ്ഞിട്ട് അതിന് മുമ്പ് പത്രോസിന്റെ ലേഖനം തുടങ്ങുന്നതിന് മുമ്പിട്ടുള്ള പുസ്തകമാണ്. ഹെബ്രായർ കഴിഞ്ഞ അടുത്തതാണ് യാക്കോബിന്റെ പുസ്തകം. അതെടുക്കാമോ? വിശുദ്ധ യാക്കോബ് ശ്ലീഹയുടെ പുസ്തകം എടുത്തോ. അതിന്റെ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? 4:4. വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിന്റെ ശത്രു ആകും. പ്രിയമുള്ളവരെ, ഇവിടെ വചനം പറയാണ്, വിശ്വസ്തത പുലർത്താത്തവരെല്ലാം, വിശ്വാസമില്ല എന്ന് നമുക്ക് തോന്നുന്നത് ഈ ലോകത്തോടുള്ള മൈത്രിയാണ്. ഈ ലോകം എന്ന് പറയുന്ന ആരാണ്? ഈ ലോകത്തിന്റെ അധിപൻ പിശാചാണ്, സാത്താനാണ് ഈ ലോകത്തിന്റെ അധിപൻ. കാരണം നമുക്കറിയാം, ഈ ലോകത്തിൽ മുഴുവനും എന്താണ്? കൃപയാണോ? പിന്നെന്താണ്? തിന്മയാണ്. ഈ ലോകം മുഴുവനും തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുന്നുണ്ടോ? വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി എന്ന് പറഞ്ഞാൽ ലോകത്തോടുള്ള എൻ്റെ ആസക്തി. എനിക്ക് എന്ത് കാര്യം ദൈവം തന്നാലും എത്ര കിട്ടിയാലും ഈ ലോകത്തിന് മതിയാവാത്തതിന്റെ കാരണം എനിക്ക് അത്രത്തോളം എന്താണ്? ലോകത്തോടുള്ള ആസക്തിയിലാണ് ഞാൻ ജീവിക്കുന്നത്. അവിടുന്ന് വീണ്ടും പറയാണ്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള എന്താണെന്നാ? ശത്രുതയാണ്. അപ്പൊ ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയത്തില്ലേ, ഈ വിശ്വാസമൊക്കെ വേണം. പക്ഷെ നമ്മൾ എന്ത് വേണം? വിശ്വാസമൊക്കെ ആവശ്യത്തിന് മതി. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അങ്ങനെയാണോ വചനം പറയുന്നത്? വചനോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ വിശ്വാസം എവിടെയാണ്? നിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവൃത്തി. ഉദാഹരണം ഞാൻ പറയാണ്, ഞാൻ ചെയ്യുന്ന ജോലി, എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഞാൻ ആ ജോലി ചെയ്യുമ്പോൾ അത് നന്മയായിട്ടാണ്. നന്മ മീൻസ് എൻ്റെ ജോലി ഞാൻ ദൈവഹിതം അനുസരിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കള്ളത്തരങ്ങളും ജോലിയിൽ ചെയ്യാതിരിക്കുക, ഒരു കള്ളത്തരങ്ങളും കാണിക്കാതെ വളരെ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? ആ വ്യക്തി പ്രതീക്ഷിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. കാരണം എന്താ? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ എന്ത് ചെയ്യാണ്? ഞാനത് ഭംഗിയായിട്ട് ചെയ്യും. ഇവിടെ ലോകത്തോടുള്ള മൈത്രി എന്ന് പറയുന്ന ലോകത്തിന്റെ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി വിശ്വാസത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ജീവിതം. കാരണം നമ്മൾ പറയാണ്, പ്രാർത്ഥിച്ച് ഞാൻ മടുത്തെന്നല്ലാതെ എൻ്റെ പ്രാർത്ഥനയൊന്നും ദൈവം. എന്നാൽ പ്രാർത്ഥനയൊന്നുമില്ലാത്ത വ്യക്തിയെ നോക്ക്, അവര് ദിവസേന വെച്ചടി കയറി പോവുകയാണ്. ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. ചുമ്മാതെ ഇങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ടെങ്കിലും ഒരു കാര്യമില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുവാണ്. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും. വിശ്വാസം വേണം. രണ്ടാമത് എന്ത് വേണം? അതെ, സംശയം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത്. എന്നിട്ട് വചനം പറയാണ്, സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. എന്താ കർത്താവ് അത്തിവൃക്ഷത്തോട് ചെയ്തത്? ഈശോ അത്തിവൃക്ഷത്തോട് പറഞ്ഞ്, എനിക്ക് വിശക്കുന്നു. അതെ, അപ്പൊ അത്തിവൃക്ഷം എന്തായിരുന്നു? ഞാനിപ്പോൾ കായ്ക്കുന്ന ഒരു സമയമേ അല്ല, ഇത് അത്തിവൃക്ഷം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു സമയമായിരുന്നില്ല. അപ്പൊ ഈശോ എന്താ പറഞ്ഞു? ഇനി ഒരിക്കലും നിങ്ങൾക്കറിയത്തില്ല ഇതിനെ കുറിച്ച്. ഓക്കെ, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 26 യേശയ്യാ, പഴയ നിയമമാണ്, അതിന്റെ 3-4 വചനം ഒന്ന് വായിക്കാമോ? യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാമത്തെ അധ്യായം അതിന്റെ 3-4. ശ്രദ്ധിച്ചും വ്യക്തമായും വായിക്കണം. അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ
അങ്ങ് സമാധാനത്തിന്റെ തികവിൽ ഒരു ഹാലലിയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങൾ ആ വായിച്ച വചനം കേട്ടോ? എന്താണ് വചനം പറഞ്ഞിരിക്കുന്നത്? അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയം നമ്മൾ എന്താ ചെയ്യണം? കർത്താവിന് കർത്താവിൽ സമർപ്പിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവും? എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പ്രാർത്ഥനയിലും ദൈവവിശ്വാസിയുമായി ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൽ ഞാൻ പൂർണ്ണമായും എൻ്റെ മനസ്സിനെ സമർപ്പിക്കണം. ഇവിടെ വചനം പറ, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കും. ഉറപ്പാ, കർത്താവ് ഉറപ്പായിട്ട് സംരക്ഷിക്കും. വീണ്ടും അതിന്റെ വചനം എന്തെന്നാൽ അവൻ അങ്ങയിൽ മാത്രമാണ് ആശ്രയിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന നിങ്ങൾ പറയത്തില്ലേ, എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചു, എത്ര പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥന ഫലവത്താകുന്നില്ല. അപ്പോൾ നമ്മളിൽ എന്താ സംഭവിക്കുന്നത്? അവിശ്വാസം കടന്നു വരിക. അവിശ്വാസി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊന്നും ദൈവം എന്ത് ചെയ്യില്ല, കേൾക്കത്തില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കേട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ എന്ത് വേണം? വിശ്വാസം വേണം, തീഷ്ണത വേണം. പ്രിയമുള്ളവരെ, ഇവിടെ ഇപ്പം യെശയ്യാ പ്രവാചകന്റെ 26:3 പറയാണ്, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. വീണ്ടും പറയാണ്, എന്തെന്നാൽ അവൻ, അതെ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി സമാധാനത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ ഹൃദയം കർത്താവിന് സമർപ്പിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഹൃദയത്തിന്റെ ഉടമയെ കർത്താവ് സംരക്ഷിക്കും. വീണ്ടും അടുത്ത 4-ാമത്തെ വചനം കൂടെ വായിക്കാമോ? കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. ഒരു ഹാലലിയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, വിശ്വാസിയാണെന്ന് പറയുകയും പ്രാർത്ഥനയിൽ മന്ദീഭവിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം നിനക്കുണ്ടെങ്കിൽ ഈ വചനത്തെ നീ മുറുകെ പിടിക്കണം. നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ അനുഗ്രഹമായി മാറാത്ത ഒരു ജീവിതത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയാണ്, കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് പ്രതിസന്ധി വന്നാലും ഏതൊക്കെ അവസ്ഥ വന്നാലും എന്ത് ചെയ്യണം? കർത്താവിൽ ആശ്രയിക്കണം. നമ്മളവിടെ മക്കബാറിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ടല്ലേ, ഒരമ്മയും തൻ്റെ മക്കളും അവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ട് പോലും അവരൊരിക്കലും കർത്താവിൽ നിന്നും അവരകലുന്നില്ല. അവര് പറയാണ്, ഈ ജീവിതം ഞങ്ങൾക്ക് തന്നത് ആരെന്നാ പറയുന്നത്? കർത്താവാണ്. അതുപോലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാനിയേലിനെ അവിടുന്ന് ബാലിനെ ആരാധിക്കാത്തതിന്റെ പേരിൽ ദാനിയേലിനെ എന്ത് ചെയ്യുന്നു? സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇടുന്ന. അപ്പോഴും അവിടുന്ന് രാജാവ് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ദാനിയേൽ എന്താ പറയുന്നത്? സിംഹം എന്നെ തിന്നാൽ പോലും ഒരിക്കലും നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബാലിനെ ഒന്നും ഞാൻ എന്ത് ചെയ്യില്ല, ആരാധിക്കില്ല. അവിടെ ദൈവത്തിനോടുള്ള അവന്റെ ആ വിശ്വാസം, ദൈവം വിശ്വസ്തനാണ് എന്നുള്ള ഏറ്റുപറച്ചിൽ ദാനിയേലിന്റെ അവന്റെ ജീവിതത്തിൽ എന്തായി മാറുന്നു? അനുഗ്രഹമായി മാറുന്നു. എന്റെയും നിന്റെയും ജീവിതത്തിൽ പല രീതിയിലുള്ള വിശ്വാസങ്ങളും പലരുടെ അവസ്ഥയിലൂടെയും കടന്നു പോയിക്കൊണ്ട് സത്യദൈവത്തെ ഉപേക്ഷിച്ച് ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് ലഭിക്കേണ്ട നന്മകൾ എന്ത് ചെയ്യുക? നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ എന്താ പറയുന്നത്? ദൈവത്തിന്റെ മുന്നിൽ ഞാൻ പരാതി പറയുകയാണ്, കർത്താവേ കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അടുത്തു. പ്രിയമുള്ളവരെ, കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുന്ന നിന്റെ പ്രാർത്ഥനകൾ ഏറ്റവും രീതിയിൽ കടന്നു പോകുന്ന പല മേഖലകളുണ്ട്. അതിലെ ഒരു മേഖലയാണ് എല്ലാ മാസത്തിൻ്റെയും മലയാള മാസത്തിന്റെ 1-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മാസത്തിൽ എല്ലാ ദിവസങ്ങളിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടോ? കാരണം എന്താ? മാസങ്ങളെയും വർഷങ്ങളെയും ദിവസങ്ങളെല്ലാം സൃഷ്ടിച്ചത് ആരാ? നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്താ? അവനെ കൂടാതെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, എല്ലാം അവനിലൂടെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, 1-ാം തീയതിയോ അതുപോലെ രാഹുകാലമോ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഇതൊന്നുമില്ല. എല്ലാം നന്മയ്ക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടിയാണ്. ആരാ സൃഷ്ടിച്ചത്? ദൈവമാണ്. അതല്ലേ പറഞ്ഞിരുന്നത്, അവനെ കൂടാതെ ഒന്നും, എല്ലാം അവനിലൂടെയാണ്. അപ്പൊ കർത്താവിലൂടെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ മേഖലയിലാണ് നീ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? 1-ാം തീയതിക്ക് ആരെങ്കിലും വീട്ടിൽ വിളിച്ച് കയറ്റണം. കയറ്റിയെങ്കിൽ മാത്രമേ നിനക്ക് എന്ത് കിട്ടത്തുള്ളൂ? അനുഗ്രഹം വരൂ. ആരെ നീ വിളിച്ച് കയറ്റുന്ന? ദൈവത്തിന്റെ കൃപ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയ വ്യക്തി, ദൈവവുമായിട്ടൊരു ബന്ധമില്ലാത്ത വ്യക്തി ഇല്ലേ? അങ്ങനെയൊക്കെ ഉള്ളവരാണ്. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, തലേന്ന് രാത്രി വരെ ഒരു ഫുൾ ബോട്ടിൽ ബ്രാൻഡി മേടിച്ച് കുടിച്ച് ലെഗില്ലാതെ കിടന്നുറങ്ങിയിട്ടാണ് രാവിലെ എണീറ്റ് കുളിച്ചിട്ട് ഒരു വീട്ടിൽ ചെന്നിരിക്കുക. എന്തിനു വേണ്ടിയാ? 1-ാം തീയതി ഇരിക്കാൻ പോകും ആ വീടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി.
പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, ദൈവമായ കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തലാണ് നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത്. അവിടെ നീ തിന്മയിലൂടെ ജീവിക്കുന്നവരെയും തിന്മ മേഖലയും പാപത്തിന്റെ സന്തതിയും വിളിച്ച് നിന്റെ വീട്ടിൽ കയറ്റിക്കൊണ്ട് അവിടെ ബ്ലസ് ചെയ്തിരിക്കുന്ന ആ കൃപേന്തിയെ നീ നഷ്ടപ്പെടുത്തി കളയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ജീവിതത്തിന്റെ ഏത് മേഖലകളിലും നീ കടന്നു പോയാലും കർത്താവിന്റെ അനുഗ്രഹമാണ്. നിങ്ങൾ വായിക്കുന്നില്ലേ, അവിടെ ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാം വിളി കേട്ടു. അതിനുശേഷം അബ്രഹാം കടന്നുപോയതെല്ലാം അവന് സ്വന്തമായി മാറി. അവന് സ്വന്തമായി മാറി. ഒന്നുമില്ലാത്തവനായിരുന്നു അബ്രഹാം. അവന് ദൈവം വിളിക്കുമ്പോൾ എല്ലാം ഉണ്ടായിരുന്നെങ്കിലും എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ പുറകെ അവൻ ഇറങ്ങി പുറപ്പെട്ടു. നിന്റെ ദൈവം നിന്റെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ നീ ഇറങ്ങി പുറപ്പെടേണ്ടത് നിനക്കുള്ളതെല്ലാം തുറന്ന് തലവെച്ചോണ്ടല്ല. പിന്നെയോ, ഏലിയായെ ദൈവം വിളിച്ചു. ഏലിയ എന്ത് ചെയ്തു? ദൈവത്തിന്റെ പുറകെ പുറപ്പെട്ടു. ഏലിയായുടെ സമയം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ സമയമായെന്ന് കണ്ടപ്പോൾ ഏലിയായ്ക്ക് ഒരു പിൻഗാമി എന്നുള്ള നിലയ്ക്ക് ഏലിയായ്ക്ക് പകരം എലീശായെ ദൈവം വിളിച്ചു. എലീശ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? കാള പൂട്ടിക്കൊണ്ടിരിക്കുന്നെന്നാ പറയുന്നത്. കാള പൂട്ടിക്കൊണ്ടിരുന്നതാണ് എലീശ. ഏലിയ തന്റെ ശരീരത്തിലിട്ടിരുന്ന പുതപ്പെടുത്ത് എലീശായുടെ പുറത്തേക്ക് ഇട്ടപ്പോൾ എന്തിന്റെ പുതപ്പാ? അഭിഷേക പുതപ്പ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, അഭിഷേകത്തിന്റെ പുതപ്പ്. നിന്റെ ജീവിതത്തിലും ദൈവം നൽകിയിരിക്കുന്ന അഭിഷേകത്തിന്റെ പുതപ്പ് നീ ചുരുട്ടിക്കളയുന്ന പ്രവൃത്തിയാണ്. എന്ത് പ്രവൃത്തിയാ? ഈ 1-ാം തീയതിക്ക് ദൈവഹിതമല്ലാത്ത ഒരു വ്യക്തിയെ വിളിച്ച് നിന്റെ വീട്ടിൽ ഇരുത്തിക്കൊണ്ട് നിന്റെ ജീവിതം അനുഗ്രഹം. ചിലർക്ക് കണി കാണിച്ചില്ല. എന്ത് കണക്കാ? കണി കാണണം. നിനക്ക് കണി കാണേണ്ടത് എന്താണെന്ന് അറിയാമോ? നിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്നത് വിശുദ്ധ ബൈബിളാണ്. കാരണം ബൈബിൾ ആരാ? ബൈബിൾ ആരാ? അതെ, അവിടുന്ന് വെളിപാടിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവൻ രക്തത്തിൽ മുക്കിയിരിക്കുന്ന മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? യേശു എന്നാണ് അവന്റെ നാമം. ഈ ബൈബിൾ നിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് നീ രാവിലെ പുലർന്ന് ഉറക്കമെണീറ്റിട്ട് ബൈബിളിനെ അല്ല നീ എടുത്ത് വായിക്കാൻ പോവല്ല, പിന്നെയോ കണി കാണാൻ പോവുക. നീ കിടന്ന് വീട്ടിനകത്ത് കിടന്നില്ല വെപ്രാളപ്പെടുക. ആ വ്യക്തി എവിടെ പോയി കാണാം? ഏത് ജനലിലൂടെ? എന്തൊരു വശത്തിലൂടെ? ഇതാണ് നിന്റെ ജീവിതത്തിന്റെ ഒരവസ്ഥ. പ്രിയമുള്ളവരെ, നീ മനസ്സിലാക്കുക, നീ ചെയ്യുന്നത് എന്ത് പാപമാ? ദൈവത്തിന്റെ മുന്നിൽ മാരകമാവോ അത്? കാരണം എന്താ? നിന്റെ സർവശക്തനായ ദൈവം വസിക്കുന്ന ഈ ബൈബിള്, ഈ പുസ്തകം, ഈ കർത്താവ് വസിക്കുന്ന ദൈവത്തിന്റെ വചനം അടങ്ങിയിരിക്കുന്നത് നീ അവിടെ വെച്ചിട്ട് നീ ഉറക്കപ്പായി എണീറ്റിട്ട് നിനക്ക്, അല്ലെങ്കിൽ നീ കട്ടിൽ നിന്ന് എണീക്കുമ്പോൾ ഇത് നിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നീ ഇന്ന് തുറന്നു നോക്കിയേ, അന്നത്തെ ദിവസം മുഴുവൻ എന്തായി മാറും? അനുഗ്രഹമായി മാറും. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നിങ്ങൾ ശീലമാക്കേണ്ടത് ഇങ്ങനെയാണ്. മാസത്തിൽ ഒരു ദിവസമല്ല, 365 ദിവസവും ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ബൈബിൾ എടുക്കണം. നീ വായിച്ചില്ലെങ്കിലും നിനക്ക് സമയക്കുഴപ്പമില്ല, നീ ബൈബിൾ തുറന്നു നോക്കണം. അതാണ് കർത്താവിനെ മഹത്വപ്പെടുത്തൽ എന്ന് പറയുന്നത്. അല്ലാതെ ജീവിതത്തിന്റെ തലങ്ങളിൽ കഥ ഉറക്കുമ്പോൾ പൂച്ചയെ കണ്ടാൽ കഥവടച്ചിട്ട് വീണ്ടും പോയി കിടന്നുറങ്ങി മക്കളെ ആരെങ്കിലും പറഞ്ഞു വിട്ട് പൂച്ച വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് പോയോ എന്ന് തോന്നിയിട്ട് എണീറ്റ് വരുന്നതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പിന്നെയോ, ജീവിതത്തിന്റെ മേഖലകളിൽ അനുഗ്രഹമായി മാറുന്നത് സർവശക്തനായ ദൈവത്തിന്റെ കൃപയാണ്. പ്രിയമുള്ളവരെ, പൂച്ച വെറും ഒരു ജീവിയാണ്. അതിനെ സൃഷ്ടിച്ചതാരാ? ദൈവമാണ്. ദൈവമാണ്. മനുഷ്യന് നന്മയ്ക്ക് വേണ്ടിയാണ് സകല ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് എന്നാണ് വചനം പറയുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിലോ ദാണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ, നമ്മൾ വായിച്ച യെശയ്യാ പ്രവാചകൻ 26:4 കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ, ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശില. ആലോചിച്ച് നോക്കി, അഭയം എന്ന് പറഞ്ഞാൽ എന്തോടാ? അഭയം, എനിക്ക് അഭയം തരുന്നെന്ന് പറഞ്ഞാൽ സംരക്ഷണം. ശില എന്ന് പറഞ്ഞാൽ എന്താണ്? പാറ. പാറയുടെ പ്രത്യേകത എന്താ? പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ചുമ്മാതെ കൈകൊണ്ടൊന്നും കാലുകൊണ്ടൊന്നും ചവിട്ടിപ്പൊട്ടിക്കാനൊന്നും പറ്റുന്നതല്ല. അപ്പൊ അത്രത്തോളം ശക്തമായ പാറ പോലെയാണ് കർത്താവിന്റെ സംരക്ഷണം നിന്റെ കൂടെ ഉള്ളത്. ആ സംരക്ഷണമാണ് നീ എന്ത് പറയുന്നേ? എനിക്ക് വേണ്ട. പിന്നെയോ, എനിക്ക് അപ്പുറത്തുള്ള ചേട്ടന്റെ കണി മതി, എനിക്ക് അല്ലെങ്കിൽ ചേട്ടന്റെ കൈനീട്ടം മതി, എനിക്ക് ചേട്ടന്റെ വീട്ടിൽ കയറ്റി ഒന്ന് കറക്കി വിട്ടാൽ മതി, എന്റെ വീട് ആ മാസം മൊത്തവും പമ്പരം പോലെ ഇതാണ് എന്റെ ജീവിതത്തിന്റെ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ അവസ്ഥ. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനി ജീവിതമൊക്കെ എന്നേ കളഞ്ഞ് ദൈവത്തിന്റെ മുന്നിൽ. കാരണം എന്താ? ഇന്ന് വചനം പണ്ടുള്ളവർക്ക് അറിവില്ലായിരുന്നു. കാരണം എന്താ? ബൈബിള് വായിക്കാനായിട്ട് ബൈബിളില്ല. അന്നെങ്ങും ബൈബിളില്ല. ഇന്ന് ബൈബിൾ ഉണ്ടോ എവിടെയെങ്കിലും? ഇന്ന് ഓരോരുത്തർക്ക് എത്ര ബൈബിൾ വേണമെങ്കിലും ഉണ്ട്. അത് കൂടാതെ ലോകം മുഴുവനും ധ്യാന കേന്ദ്രങ്ങൾ, പിന്നെ ഇടവകയിലൊക്കെ എല്ലാ ദിവസങ്ങളും പ്രസംഗങ്ങൾ, ബോധ്യം നൽകുവാനായി ഇഷ്ടം പോലെ മീഡിയ. യൂട്യൂബിനകത്തോ ഏതിലോ എന്ത് ടോക്ക് വേണമെങ്കിലും ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും കേൾക്കാം. ബുദ്ധിമുട്ടുണ്ടോ? ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് മനുഷ്യന്റെ അജ്ഞത ബാധിച്ച് അവരുടെ ജീവിതങ്ങളിൽ ദൈവത്തോട് ചേരുവാൻ ചിലപ്പോൾ അവർക്ക് സാധിച്ചു കാണില്ല. എന്നാൽ ഇന്ന് കൂടുതൽ അറിവും അനുഗ്രഹവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ
നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് എല്ലാം നമ്മുടെ കൈപ്പിടിയിലുണ്ട്. പ്രിയമുള്ളവർ, ഇനിയെങ്കിലും വിശ്വസിക്കുക, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു നാമം. ഏത് നാമമാണ്? ചേർന്ന് പറഞ്ഞേ. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 17:20 പെട്ടെന്നെടുത്ത്. യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട്. 17:20 കിട്ടിയ കുറച്ച് വായിച്ചോ. യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോയിരിക്കും. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവം, നമ്മുടെ കർത്താവായ ദൈവം പറയാണ്, യേശു പറഞ്ഞു, നിങ്ങൾക്ക് അല്പമെങ്കിലും, ഒരുപാട് വിശ്വാസമൊന്നും ഈശോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല, ഒരു അല്പമെങ്കിലും വിശ്വാസം. എങ്ങനെയുള്ള വിശ്വാസം? അവിശ്വാസിയാവാത്ത രീതിയിൽ. എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിൽ നിന്ന് എനിക്ക് എന്തുണ്ട്? കർത്താവിൽ നിന്ന് രക്ഷ. പ്രിയമുള്ളവരെ, ആകാശത്തിന് കീഴിൽ മനുഷ്യർക്ക് വേണ്ടി ഒരേ ഒരു നാമേ ഉള്ളൂ. ഏതാണ് നാമം? യേശു നാമം. ആ നാമത്തിൽ ഞാൻ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഇതാണ് ഇന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥ. കാരണം എന്താ? ഞാൻ ഈ ലോകത്തിലുള്ള സകലതും ഒരു ക്രിസ്ത്യാനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം വിശ്വാസം എന്നാ പറയുന്നത്. എല്ലാം വിശ്വസിക്കുന്നവൻ ക്രിസ്ത്യാനിയാണോ? അല്ല. എല്ലാം ക്രിസ്ത്യാനി വിശ്വസിക്കേണ്ട തൃത്വ ദൈവത്തിൽ മാത്രമാണ്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നവര് എല്ലാം എനിക്ക് വിശ്വാസം എന്ന് പറയുന്നതും എല്ലായിടത്തും ഞാൻ പോകുമെന്ന് പറയുന്നതും അത് വിശ്വാസമാണ് അല്ല. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ട ഏക ദൈവത്തിലാണ്. ഏക ദൈവത്തിലുള്ള ആൾക്കാരാണ് 3 പേര്. ആരൊക്കെയാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട്, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അനുഗ്രഹം പ്രാപിക്കാത്തത്. നിങ്ങൾ പ്രാർത്ഥിച്ച് മടുത്തിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് അല്പവിശ്വാസികളായി. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിങ്ങൾക്കൊരു ദൃഢതയില്ല, ഒരു തീഷ്ണതയില്ല. വീണ്ടും പറയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കൊരു കടുക് മണിയോളം. കടുകിനെ നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് അല്ലേ? അങ്ങനെയാണോ? കടുകെന്ന് പറഞ്ഞാൽ ഏറ്റവും, അതിനേക്കാൾ ചെറുതായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കർത്താവ് എന്ത് പറഞ്ഞത്? കടുകുമണിയുടെ ഉപ പറഞ്ഞത്. എന്നിട്ട് കർത്താവ് പറയാണ്, ഒരു കടുകുമണിയുടെ വിശ്വാസമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വൻമലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകണം. ഒരുപാട് എക്സാമ്പിൾ പറയാനുണ്ട്, ഒരുപാട്. നിങ്ങൾക്ക് ആ ഒരു കടുകുമണിയുടെ വിശ്വാസമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവത്തിന്റെ മുന്നിൽ എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കാം. ആ വിശ്വാസമെങ്കിലും ഉണ്ടാവണമെന്ന കർത്താവ് പറയുന്നത്. കടുകുമണിയുടെ വിശ്വാസമെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രവർത്തിക്കും? അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഉറപ്പാ. പക്ഷെ നിങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്തു പറ്റി? പൂർണ്ണമായും മന്ദീഭവിച്ചു പോയി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മർക്കോസിന്റെ സുവിശേഷം 9:22-23. മർക്കോസിന്റെ സുവിശേഷം, മത്തായി കഴിഞ്ഞ അടുത്ത സുവിശേഷമാണ് 9:23. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഈശോ നമ്മളോട് പറയുവാണ്, കഴിയുമെങ്കിലെന്നോ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ കഴിയുമെങ്കിലെന്നോ. ഈശോ പറയുകയാണ്, കഴിയുമെങ്കിലെന്നോ. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഒരിക്കലൊരു സഹോദരി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അവൾ എന്നോട് പറഞ്ഞ ഒരു മേഖല ഇങ്ങനെയാണ്: ബ്രദറെ, എൻ്റെ മകൻ മദ്യപാനത്തിന് അടിമയായിപ്പോയി. അവനെ ഒരു മകനേ ഉള്ളൂ എനിക്ക്. എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. ഈ ഒരു മകനെയാണ് ഞാൻ ജോലി ചെയ്താണ്. ഞാൻ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എണീറ്റ് തലച്ചുമടായിട്ട് മീൻ കൊണ്ടുപോയി പലയിടത്തും വിറ്റ് അത് കൊണ്ടുവന്ന് വീട്ടിലെ അരി മേടിച്ചാണ് കഴിയുന്നത്. ഞാനും എൻ്റെ മകനും മാത്രമാണ് താമസിക്കുന്നത്. ഇവനെ പഠിക്കാനായിട്ട് സ്കൂളിൽ വിട്ടു. 10ാം ക്ലാസ്സിൽ അവൻ ഫെയിലായി. അതിനുശേഷം പിന്നെ വെൽഡിങ്ങിൻ്റെ പണി പഠിക്കാനായിട്ട് വിട്ടു. അതും അവൻ കുറച്ച് നാൾ പോയി മദ്യപാനവും മറ്റും അവസ്ഥകളായി കളഞ്ഞു. ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് വിട്ടു. ആ പൈസയും അവൻ നശിപ്പിച്ചു. എനിക്കിപ്പോൾ കടങ്ങളും മറ്റവസ്ഥകളും മാത്രമാണുള്ളത്. ഞാൻ എന്ത് ചെയ്യും ഈ മകനെ കുറിച്ച്? പ്രിയമുള്ളവരെ, ഞാൻ ആ സഹോദരിക്ക് ഒരു വചനം പറഞ്ഞു കൊടുത്തിട്ടും ഇങ്ങനെ പറഞ്ഞു, എല്ലാ ദിവസങ്ങളിലും ഈ വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. പക്ഷേ നിങ്ങളുടെ വിശ്വാസമാണ് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. ആ സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ മകന്റെ ജീവിതത്തിൽ എന്നൊരു മാനസാന്തരം ഉണ്ടാകുന്നു അന്ന് വരെ ബ്രദറെ ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. അവരൊരിക്കൽ പോലും ഈ മകനെ ഓർത്ത് വിഷമിക്കാനോ ദുഃഖിക്കാനോ ഒന്നും പോയില്ല. പകരം എല്ലാ ദിവസങ്ങളിലും
ഈ രാവിലെ ഈ മീനുമായി തലച്ചുമടായിട്ട് പോയി. അതെല്ലാം വെളുപ്പിലെ 3 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹാർബറിൽ പോയി മീനെടുത്ത് അവിടുന്ന് ബസ്സിൽ കയറി ഒരു ഏരിയ ഉണ്ട് അവർക്ക് വിൽക്കുന്ന, ആ ദേശത്ത് പോയി മീനെല്ലാം വിറ്റ് അതിനുശേഷം വന്ന് വീട്ടിൽ ചോറും കറിയും ഒക്കെ വച്ച് മകനും വേണ്ടി കൊടുത്ത് അവരും കഴിക്കും. ഒരിക്കൽ പോലും ഈ മകനോട് നീ എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല, എന്തുകൊണ്ട് നീ മറ്റുള്ളവരെ കണ്ട് ജീവിക്കുന്നില്ല, ഇതൊന്നും ആ അമ്മ പറയാനായി പോയില്ല. പ്രിയമുള്ളവരെ, കാലങ്ങൾ കടന്നുപോയി, 3-4 വർഷങ്ങൾ കടന്നുപോയി. ആ അമ്മയുടെ മനസ്സൊരിക്കലും വേദനിച്ചില്ല. തന്റെ പ്രാർത്ഥനകൾ ദൈവം പൂർത്തീകരിച്ചു തരുമെന്ന് 100% അവർ വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, ഒരിക്കൽ ആ സഹോദരി ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിലേക്ക് ആ മകനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറേ, 4-5 വർഷം ദൈവത്തിന്റെ മുന്നിൽ മുട്ടുകുന്നി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം എന്നോട് കടാശിച്ചു. സ്വർഗം എന്നോട് കടാശിച്ചു. എന്റെ ഈ മകന്റെ മദ്യപാനം പൂർണ്ണമായി മാറിക്കൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ദൈവമേ, അവൻ മദ്യപിക്കുമ്പോൾ ഭയങ്കരമായി ഛർദിലായി, നിരന്തരം ഛർദിലായി. എത്ര മദ്യപിക്കുന്നോ അതെല്ലാം അവനാണെങ്കിൽ ഛർദിക്കുന്ന അനുസരിച്ച് വീണ്ടും വീണ്ടും അവസാനം അവന്റെ കൂട്ടുകാരെല്ലാം അവനെ വിട്ട്. കാരണം ഇവൻ ഛർദിക്കുന്നത് കൊണ്ട് മറ്റാർക്കും കൂടെ ഇവന് കൂട്ടാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഇവൻ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടാൻ തുടങ്ങി. അതിനുശേഷവും ഇവന്റെ ഛർദിൽ മാറുന്നില്ല. അങ്ങനെ ഇവന് അവസ്ഥയായപ്പോൾ ഇവൻ അവസാനം ഇവന്റെ അമ്മയുടെ അടുത്ത് വന്ന് ഇവൻ പറയാൻ തുടങ്ങി, അമ്മേ, എനിക്ക് ഭയങ്കര വയറുവേദനയാണ്. അങ്ങനെ അമ്മ അന്ന് വരെ അവനോട് ചോദിച്ചില്ല. അവസാനം അമ്മ ഇവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടർ ഇവനോട് പറഞ്ഞു, നിന്റെ വയറ്റിൽ വലിയൊരു ട്യൂമർ വളർന്നു വരികയാണ്, നീ ഇനി മദ്യപിച്ചു കഴിഞ്ഞാൽ ഇനി നീ മരിച്ചു പോകും. ഇവന് വിഷമമായി. ഇവന്റെ അമ്മയോട് ചോദിച്ച, അമ്മേ, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അമ്മ പറഞ്ഞു, നീ വാ, നമുക്ക് ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, ആ അമ്മ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ വാ, നമുക്ക് ദൈവമുണ്ട്. നമ്മൾ വിളിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവം, നസ്രയനായ യേശു. ആ ദൈവത്തിന്റെ മുന്നിൽ നീ വന്നാൽ നിന്നെ ആ ദൈവം സുഖപ്പെടുത്തും. പ്രിയമുള്ളവരെ, ആ മകൻ ആ അമ്മയുടെ കൂടെ ദേവാലയത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. കാലങ്ങൾക്ക് ശേഷം അവൻ നല്ലൊരു കുമ്പസാരം നടത്താൻ ശേഷം അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു ട്യൂമർ പോലും അവന്റെ ശരീരത്തിൽ ഇല്ലാത്ത രീതിയിൽ ദൈവം സുഖപ്പെടുത്തി. പ്രിയമുള്ളവരെ, ദൈവം ഒരു അനുഗ്രഹം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അയക്കുമ്പോൾ ആ അനുഗ്രഹം അവന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നതിന് ചില അവസ്ഥകളും കൂടെ ദൈവം അനുവദിക്കും. ചേർന്ന് പറഞ്ഞേ, പറഞ്ഞേ. ആ അവസ്ഥയിൽ നിന്ന് അവൻ പുറത്തു വരുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കിക്കൊണ്ടാണ്. ഈ മകനിതാ ഇന്ന് മദ്യപാനമൊക്കെ നിർത്തി വിവാഹിതനായി 2 കുട്ടികളുമൊത്ത് അമ്മയെ ജോലിക്ക് പോലും വിടാതെ വീട്ടിൽ തന്നെ ഇരുത്തിക്കൊണ്ട് സ്വന്തമായി ഒരു വള്ളത്തില് അവൻ തന്നെ പോയി മീൻ പിടിക്കാൻ പോകുന്ന രീതിയിൽ അത്രത്തോളം അനുഗ്രഹമായി ഇന്ന് നല്ലൊരു ജീവിതം ആ മകൻ നയിക്കുന്നു. പ്രിയമുള്ളവരെ, അല്പവിശ്വാസികളെ, ആരാ വിളിച്ചത്? ഈശോ വിളിക്കുകയാണ്, അല്പവിശ്വാസികളെ, നിങ്ങൾക്കൊരു കടുകുമണിയോളമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കാൻ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അതുപോലെ സംഭവിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലും സ്വർഗത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുവാൻ, കർത്താവിന്റെ കൃപയാൽ ജ്വലിക്കുവാൻ, എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതും ദൈവം നൽകുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ, നീ ഇന്ന് പ്രാർത്ഥിച്ച് തളർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ തളർച്ചയിൽ നിന്ന് നിനക്ക് മോചനം ലഭിക്കുന്നത് നിന്റെ വിശ്വാസത്തിന്റെ മേഖലയിലാണ്. എന്താണ് നിന്റെ വിശ്വാസം? ഇന്നത്തെ നിന്റെ വിശ്വാസം